ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ? അപ്പോൾ നമുക്കിന്ന് കുറച്ച് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയാലോ? വിൻറ്റേജ് ജേർണൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 ടൈപ്പ് സ്റ്റിക്കേഴ്സാണ് ഇന്ന് ചെയ്യുന്നത്. ഒന്നിത് ഇപ്പോൾ ചെയ്യുന്ന ഫ്ലോറൽ ടൈപ്പിലുള്ള ഡിസൈൻ വരുന്ന സ്റ്റിക്കറും പിന്നൊന്ന് റൈറ്റിങ്സൊക്കെ വരുന്ന സ്റ്റിക്കറുമാണ് ചെയ്യുന്നത്. ചെയ്യാൻ ആവശ്യമായിട്ട് വാട്ടർ കളർ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വിൻറ്റേജ് തീമിൽ വരുന്ന കളേഴ്സാണ് ഇവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പെയിൻറ്റ് ചെയ്യുമ്പം പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആവശ്യമില്ല. പെയിൻറ്റ് ചെയ്തത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവറോ ലീഫോ എന്താണെന്ന് വെച്ചാൽ അതിൽ വരച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു ബ്ലാക്ക് പെന്നോ അല്ലെങ്കിൽ ജെൽ ബ്ലാക്ക് പെന്നോ യൂസ് ചെയ്തിട്ട് നമുക്കിത് വരച്ചു കൊടുക്കാം. ഞാനിവിടെ കാലിഗ്രഫീൻ്റെ ഒരു പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിക്ചർ വരച്ചതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത് ചെയ്യാൻ പോകുന്ന സ്റ്റിക്കറും സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ റൗണ്ട് ഷേപ്പ് വരച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് റൈറ്റിങ്സും കോട്ട്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വിൻറ്റേജ് തീം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്രൗൺ, ഓറഞ്ച്, ഡാർക്ക് യെല്ലോ, ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ഗ്രീൻ ഈ കളേഴ്സൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രൗണിൻ്റെ കൂടെ വേറെ ഏതെങ്കിലുമൊക്കെ കളർ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോഴും വെറൈറ്റി ആയിട്ടുള്ള കളർ കിട്ടും. അതുപോലെ ബ്ലൂ, ഗ്രീൻ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടും നമുക്ക് പെയിൻറ്റ് ചെയ്യാം. എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുന്നതും ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വീഡിയോസും പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ വീഡിയോസ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ജേർണൽ കിറ്റിനുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നമുക്കിത് വേണമെങ്കിൽ നോർമൽ സ്റ്റിക്കർ ടൈപ്പിലും ആക്കിയെടുക്കാം, സെല്ലോ ടൈപ്പൊക്കെ വെച്ചിട്ട്. ഞാൻ പിന്നെ ഗം യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ടൈപ്പിലാക്കിയിട്ട് എടുത്തത്.